ഇതെന്താ ഇന്ന് വരില്ലെന്ന് പറഞ്ഞിട്ട്? സർപ്രൈസ്. നേരത്തെ വന്ന മോളെ എനിക്ക് അത്ര നേരം കണ്ടോണ്ടിരുന്നൂടെ? ഇതെന്താ കയ്യിൽ? സോറി, അത് ഞാൻ ഭക്ഷണം കഴിക്കായിരുന്നു. ആണോ? ഞാൻ നല്ല സമയത്ത് തന്നെയാണല്ലോ വന്നത്. വാ, ഞാൻ ഭക്ഷണം എടുക്കാം. വേറെ പ്ലേറ്റ് ഒന്നും എടുക്കാൻ നിൽക്കണ്ട മോളെ, ഞാൻ ഇതിൽ തന്നെ കഴിച്ചോളാം. അയ്യോ, അതൊന്നും വേണ്ട, ഞാൻ വേറെ പ്ലേറ്റ് എടുക്കാം. വേണ്ട മോളെ, ഈ പ്ലേറ്റ് തന്നെ മതി. അയ്യേ, ഇത് ഞാൻ കഴിച്ച എച്ചില. ആര് പറഞ്ഞു? ഛേ, വേണ്ടായിരുന്നു. എനിക്ക് മോളെ അത്രയ്ക്ക് ഇഷ്ടമുണ്ടായിട്ടല്ലേ. മോൾക്ക് ഞാനൊരു പങ്ക് തരട്ടെ. മോൾക്ക് എപ്പോഴെങ്കിലും അവൻ ഭക്ഷണം വാരി തന്നിട്ടുണ്ടോ? ഇന്ന് രാത്രി അവൻ ഉറങ്ങിക്കഴിയുമ്പോൾ എൻ്റെ മുറിയിലേക്കൊന്ന് വരുമോ? എന്തിന്? ഞാൻ മോൾക്കൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. സോറി മോളെ, മോള് വീഴാൻ പോയപ്പോ. ഞാൻ മോളുടെ കഴുത്തിലൊന്ന് തൊട്ടോട്ടെ. തളർന്നിരിക്കുന്ന മല്ലനെ നോക്കി മന്ദാകിനി കോപത്തോടെ അലറുന്നു. വീണ്ടും രാജ്യസഭയിൽ വന്ന് നിൽക്കുന്ന മന്ദാകിനി മന്ത്രി രാജാവിനോട് ഉണർത്തിക്കുന്നു. രാജൻ, മല്ലന് ശരീരം മുഴുവൻ വേദനയാണെന്നും ഏറ്റെടുത്ത ദൗത്യത്തിൽ പരാജയപ്പെട്ടെന്നും ഒരു ദൂതന്റെ അടുത്ത് കുറിമാനം കൊടുത്തയച്ചിരിക്കുന്നു. ഇനി എന്തു ചെയ്യുമെന്ന മട്ടിൽ രാജാവ് തലയ്ക്ക് കൈ കൊടുത്തിരുന്നു പോയി. എന്റെ കാമശമനം ഇതുവരെ ശമനമായിട്ടില്ല. ഇങ്ങനെ പോയാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. ദയവായി ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കൂ. രാജ്യസഭ നിശബ്ദമായി കുശുകുശുക്കി. പുരോഹിതന്മാരുടെ കൂട്ടത്തിൽ നിന്നും കറുത്ത് ഉയരം കുറഞ്ഞ വിരൂപനായ ഒരു ബ്രാഹ്മണൻ എഴുന്നേറ്റ് നിന്ന് ഇപ്രകാരം പറഞ്ഞു. രാജൻ, ഒരു കൈ നോക്കാൻ അടിയൻ രാജനോട് അനുവാദം ചോദിക്കുന്നു. രാജാവും പരിവാരങ്ങളും അമ്പരപ്പോടെ ബ്രാഹ്മണനെ നോക്കി. കുതിരയുടെ ലിംഗബലമുള്ളവരാണ് ക്ഷത്രിയരെന്നും ചെറിയ ലിംഗത്തിനുടമകളാണ് ബ്രാഹ്മണരെന്നും ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. വീരന്മാർ തോറ്റെടുത്ത് ഈ സാധു ബ്രാഹ്മണൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നായിരുന്നു എല്ലാവരുടെയും സംശയം.
ഒടുവിൽ രാജാവ് സമ്മതം മൂളാൻ തീരുമാനിക്കുന്നു. എവിടെ പോവാ? രാത്രി മുഴുവൻ ഉറക്കിയിട്ടില്ല. ദേഷ്യമുണ്ടോ എന്നോട്? എന്തിന്? മോളെ പന്തയത്ത് തോൽപ്പിച്ചുകൊണ്ട്. തോൽപ്പിച്ചത് കൊണ്ടല്ലേ രാത്രിക്ക് ഇത്രയ്ക്ക് സുഖമുണ്ടെന്നറിഞ്ഞത്. മടുക്കുമ്പോ എന്നെ ഇട്ടെറിഞ്ഞു പോകുമല്ലേ. എനിക്കറിയാം നിങ്ങൾക്ക് എന്നെ വഴി പിടിപ്പിച്ച് കഴുകന്മാർക്ക് ഇട്ടുകൊടുക്കാനാണെന്ന്. പെണ്ണിന്റെ ശരീരത്തിന് എന്നും വിലയുണ്ടല്ലോ. പക്ഷെ എനിക്കറിയില്ല, ഞാൻ പോലും അറിയാതെ നിങ്ങളെ. സംഭവം നീ പറഞ്ഞ സത്യം തന്നെ. അത് തന്നെയായിരുന്നു എൻ്റെയും ഉദ്ദേശം. എൻ്റെ 80 ലക്ഷം തിരികെ പിടിക്കാൻ വേറെ വഴിയില്ലായിരുന്നു. ആ മണ്ടനെ കൊണ്ടൊന്നും നടക്കില്ലെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ നിനക്ക് വേണ്ടി ആ കാശിന്റെ കാര്യം ഞാൻ മറക്കാം. നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി മോളെ. അവൻ എഴുന്നേറ്റിട്ടുണ്ടാവും അല്ലേ? ഉണ്ടാവും. പേടിയുണ്ടോ മോൾക്ക്? എന്തിന്? ലാലു, മോനെ ഇവിടെ വാടാ. പന്ന മോനെ, നിന്നെയല്ലടാ വിളിച്ചത്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഓരോ ചൂടുള്ള ചായ എടുത്തോണ്ട് വാടാ. മാധവേട്ട വേണ്ട, ഞാൻ എടുക്കാം. നീ എവിടെ കിടക്ക്, എടുത്തോണ്ട് വാടാ. മോളെ നീ കുറച്ച് ദിവസം ലീവ് എടുക്കണം കേട്ടോടാ. നീ ഇന്ന് മുതലാണല്ല പെണ്ണാ. നീ ഇവിടെ നൈറ്റ് എടുത്തിടണം, പൊട്ടും തൊടണം കേട്ടോടാ. നീ പേടിക്കണ്ടടാ. ഞാൻ പറയുന്ന പോലെയൊക്കെ ചെയ്താ നീ ആ കാശ് തരണ്ട. പോയിട്ടിട്ടോടാ.